എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ഏറ്റവും നല്ല കിടു ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ചോറ് നമ്മൾ ദം ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഈ ചോറും ഗ്രേവിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ വളരെ പെട്ടെന്നും വെറൈറ്റി ടേസ്റ്റിയുമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബിരിയാണി റൈസാണ് കേട്ടോ. അത് നമ്മൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു 15 മിനിറ്റ് റൈസ് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് 2 എണ്ണം എടുത്താലും മതി. കൂടുതലൊന്നും സവാള എടുക്കണ്ട കേട്ടോ. അത് നമുക്ക് നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. കൂടെ തന്നെ നമ്മൾക്ക് 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റാണ് കേട്ടോ. നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കണേ. അതുപോലെ ഒരു 6-7 ഇല വെളുത്തുള്ളിയും ഒരു കൊച്ചു ഇഞ്ചി കഷ്ണം കൂടെ നമുക്ക് ചതച്ചിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ. ഇനി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് 1 ടീസ്പൂണ് സുർക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്രയും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നു അത്രയും നമ്മളുടെ ബിരിയാണി ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 സവാള എന്ന് വെച്ചാൽ നമ്മൾ റൈസിലേക്ക് പൊരിച്ചെടുക്കാനുള്ള ഒരു സവാളയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 3 സവാള എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിലേക്ക് 2 സവാള മതിയാകും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു ഹാഫ് വേവിൽ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾക്ക് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ നമ്മളുടെ പച്ചമുളകും കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇഞ്ചിയൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾക്ക് എടുക്കാം. നമ്മളിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 3/4 വേവാകുമ്പോഴേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് വഴറ്റിയെടുക്കാം. ഇനി കൂടുതൽ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 തക്കാളി വരെ ആവാം. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണേ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾക്കിതൊരു 3 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ നമ്മൾക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് നമ്മൾക്ക് പാകമായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണും കൂടി നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിനായി നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ ഒരു 1/2 മുറി നമ്മൾ ചേർത്ത് കൊടുക്കണേ. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഇതിലേക്ക് തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് നന്നായിട്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾക്ക് 1 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കന് 2 മിനിറ്റ് ആ ഓയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് 1/2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം.
ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഇതിലേക്ക് വരുന്ന സ്റ്റോക്കാണ് കേട്ടോ. ആ ചിക്കൻ വേവിച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ബിരിയാണി റൈസിലേക്ക് ടേസ്റ്റിനായിട്ട്, മനാലി ബിരിയാണിയിലേക്ക് ടേസ്റ്റിനായിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ കിട്ടുന്ന ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് നമ്മൾ മസ്റ്റാണ് കേട്ടോ, നമ്മളുടെ ബിരിയാണി റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അത് ഒരിക്കലും കളഞ്ഞു പോകരുത്. ഒരു 1/2 കപ്പ് സ്റ്റോക്ക് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഒരു 1/2 കപ്പ് സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. എന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ ബിരിയാണി റൈസിന്. ഒരു 3/4 വേവ് വരെയാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ടത് 2 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടീസ്പൂണോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുത്തിട്ട് നമ്മൾക്ക് അതിൽ മൊരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട, നമ്മളൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിലാകുന്നത് വരെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. മനാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തെടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഇനിയും എണ്ണ ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് റൈസിലേക്കുള്ള ഒരു 3 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചതിൽ നിന്ന് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം, വല്ലാണ്ട് നമ്മൾ കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് നമ്മളുടെ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ. ഇനി പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 5-6 ഏലക്കായ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ കറാമ്പൂവ് ഒരു പിടിക്ക് കറാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് 2-3 പട്ടം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. റൈസിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം 1 കിലോ അരിക്ക് നമ്മൾ 7 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നോട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളുടെ റൈസ് ഇവിടെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 7 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6.5 കപ്പാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതിൽ 1/2 കപ്പ് നമ്മളുടെ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടിയിട്ടാണ് നമ്മൾ 7 കപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റായി തന്നെ ഒട്ടും പിടിക്കാതെ നമ്മളുടെ റൈസ് കിട്ടും. ഇനി നമ്മൾക്ക് 1/2 കപ്പ് സ്റ്റോക്കും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3/4 വേവ് ആവുമ്പോഴാണ് നമ്മളുടെ ഈ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾക്ക് നന്നായി വേവുന്നത് വരെ നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ റൈസ് ഒട്ടും വെന്ത് കഴിഞ്ഞ് പോയാൽ തന്നെ നമ്മളുടെ ആ കറക്റ്റിൽ തന്നെ നമ്മളുടെ റൈസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള സവാളയും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു 2 മിനിറ്റ് നമ്മൾക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കിട്ടും കേട്ടോ. ഇതിലൊരു പ്രത്യേക ടേസ്റ്റിനായിട്ട് ഇതിലെ ഒരു രഹസ്യം എന്ന് പറഞ്ഞത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ വാട്ടറാണ് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ വാട്ടർ 1 ടീസ്പൂൺ ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മനാലി ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കണേ, നല്ലൊരു കിടു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി റൈസിൽ. അതിലേറെ കൂടുതൽ ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുന്നത് പൈനാപ്പിൾ വാട്ടർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ മനാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെർവ് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ നമ്മളുടെ മൊരിച്ചെടുത്തിട്ടുള്ള നട്ട്സും സവാളയും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള റൈസും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം.
മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാനും നല്ലൊരു ഭംഗിയാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് നമ്മൾക്ക് സൽക്കാരങ്ങളിലും എല്ലാം നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് മാഞ്ഞാലി ബിരിയാണി. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. റൈസ് വേറെ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ വേറെ ആയിട്ടും അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. നമ്മൾക്കിനി ദമ്മിട്ടിട്ട് അങ്ങനെയും വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ പാത്രം വെച്ചിട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടിപൊളി വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.